ഹായ്, സ്റ്റാൻലി വടക്കൻ. കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്. ഇന്ന് നമ്മൾ ലൈഫ് സ്കിൽസിനെ കുറിച്ച് ഒന്ന് നോക്കാനാണ് പോകുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് 10 ലൈഫ് സ്കിൽസാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകരിക്കുന്നത്. അതിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് സ്കില്ലിനെ കുറിച്ചൊന്ന് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഓരോരുത്തരുടെ ജീവിതത്തിലും ഏറ്റവും അത്യാവശ്യമായിട്ടും എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കില്ലാണ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ദിവസം നമ്മൾ കാലത്ത് എഴുന്നേറ്റാൽ രാത്രി കിടക്കുന്നത് വരെ നൂറുകണക്കിന് ഡിസിഷൻസ് നമ്മൾ എടുക്കും. നൂറുകണക്കിന് ഡിസിഷൻസ് വന്നു പോകും നമ്മുടെ മനസ്സിൽ. നമ്മൾ ആലോചിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എങ്ങനെ വേണം, എന്ത് വേണം, എന്തൊക്കെ ചെയ്യാനുണ്ട്, അതെന്തൊക്കെ ചെയ്യാതിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ, ഏത് ഡ്രസ്സ് ഇട്ട് പോകണം, അതുപോലെ സംസാരിക്കുമ്പോൾ ജോലിയുടെ കാര്യത്തിൽ ഏതൊക്കെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും, ഏത് തീർക്കാൻ പറ്റും, ഇതുപോലെ ലോഡ് ഓഫ് ഡിസിഷൻസ്. രാത്രി കിടക്കുന്നതിന് നമ്മൾ ഇഷ്ടം മാതിരി ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതൊരു നോർമൽ കാര്യങ്ങൾ. അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള കുറേ ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ശരിക്കും നല്ല ഒരു സ്കില്ലാണ്, എങ്ങനെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ എത്രത്തോളം അത് പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പേരൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ അവരെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട ചില ടിപ്സാണ് ഞാൻ പറയുന്നത്. ചെറിയ കുട്ടികൾ ചെറുപ്പം മുതലേ അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം അവർ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്തും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു LKG പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ UKG പഠിക്കുന്ന കുട്ടി ഡാഡി, അപ്പ എനിക്ക് ഇന്ന കളറിലുള്ളൊരു ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ, ഇന്ന ഡ്രസ്സാണ് എനിക്ക് ഇട്ട് പോകാൻ താല്പര്യമെന്ന് പറയുകയാണെങ്കിൽ, സ്വതവേ സംഭവിക്കാറെന്താ, ഒരു 10ാം ക്ലാസ് വരെയുള്ള സമയത്ത് അമ്മയോ അപ്പനോ പറയും, ഈ ഡ്രസ്സ് ഇടുക, ഇതിട്ടിട്ട് പോവുക, ഇല്ലെങ്കിൽ മേടിക്കാൻ പോകുമ്പോൾ ഈ ഡ്രസ്സ് വാങ്ങട, ഇതാണ് നിനക്ക് ചേരുക എന്ന് പറഞ്ഞ് വി ഡിസൈഡ്. അവർക്ക് വേണ്ടി നമ്മൾ ഡിസിഷൻ എടുക്കും. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ, കുട്ടികൾ ഈ ഒരു സ്കില്ല് പഠിക്കാതെ പോകും. അപ്പോൾ ചെറുപ്പത്തിലേ ഇത് തുടങ്ങണം. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുകയും, ഇപ്പോൾ ഒരു ഡ്രസ്സ് അവർക്ക് വാശി പിടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഇത് ഇടണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്കെ, അത് ചിലപ്പോൾ അവർക്ക് ചേരാത്ത ഡ്രസ്സായിരിക്കും, കളറ് ചേരാത്തതായിരിക്കും, പാകമില്ലാത്തതായിരിക്കും, എങ്കിൽ പോലും അവരതൊന്നിട്ട് പൊക്കോട്ടെ എന്ന് വെച്ചു. കാരണം നമ്മൾ നാട്ടുകാരെ നോക്കണ്ട, നമ്മുടെ കൊച്ചിൻ്റെ ഭാവി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കുട്ടിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ എടുക്കുന്നുണ്ട്, സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് ആ കുട്ടിക്ക്, അപ്പോൾ എനിക്കൊരു കളർ ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താ, അതിൻ്റെ വിഷമം എന്താ, അതിൻ്റെ പോരായ്മ എന്താ. അപ്പോൾ കുറച്ച് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുറച്ചുകൂടി അത് നമുക്ക് പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ 1, 2, 3 പ്രാവശ്യം ചിലപ്പോൾ തെറ്റുമായിരിക്കും. ഒരു ചെരുപ്പ് എടുക്കാൻ പോകുമ്പോൾ, അതുപോലെ ആ കുട്ടികളുടെ ഒരു ബാഗ് മേടിക്കാൻ പോകുമ്പോൾ, സ്കൂൾ ബാഗ്, അതുപോലെ ഓരോ കാര്യത്തിനും. അതുപോലെ ഈ പാർട്ടിസിപ്പേഷനാണ് അവരുടെ ഏറ്റവും കൂടുതൽ അവരെന്നെ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ വീട്ടിൽ ഒന്ന് പെയിൻ്റ് അടിക്കാൻ പോകണം. അപ്പോൾ അവരോട് ചോദിക്കുകയാണ് ഏത് കളറാണ് നമുക്ക് എവിടേക്ക് അടിക്കേണ്ടത്, അല്ലെങ്കിൽ അവനൊരു റൂം അവൾക്കൊരു റൂം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് കളർ അടിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ പറയുന്നത് ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് കളറൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരോട് പറയാവുന്നതാണ്, നമുക്കുള്ള കാശിൽ നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇതുപോലെ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് അത് ചെയ്യുമ്പോൾ അവരുടെ അഭിപ്രായം നമ്മൾ എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്ക് ആ ഒരു സ്കില്ല് വളർന്നുകൊണ്ടിരിക്കും. വീട്ടിലൊരു കാറ് മേടിക്കാൻ പോകണം, ഒരു വണ്ടി മേടിക്കാൻ പോകണം, മോനെ ഏത് ബൈക്കാണ് നമുക്ക് മേടിക്കുന്നത്, ഡാഡി ഒരു ബൈക്ക് മേടിക്കാൻ പോകണം. അപ്പോൾ അവൻ ചിലപ്പോൾ പറയും ഭയങ്കര ബൈക്കുകളായിരിക്കും, ഹാർലി ഡേവിഡ്സൺ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കാര്യങ്ങളൊക്കെ പിള്ളേർ അതാണ് കേൾക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് പറയും, മോനെ നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമുക്ക് പോകാനുള്ളൊരു ചെറിയൊരു ബൈക്ക് മേടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് തൽക്കാലത്ത് മേടിക്കാം, പിന്നെ മോൻ വലുതാകുമ്പോൾ അതുപോലേക്ക് മേടിച്ചോളോ, മോള് വലുതാകുമ്പോൾ ഇതുപോലെ നമുക്ക് അവരെ മോട്ടിവേറ്റും ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഈ സ്കില്ല് കുറേശ്ശെ പഠിപ്പിക്കാനും പറ്റും. അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത, വിഷമമില്ലാത്ത, അങ്ങനെ ഛേദമില്ലാത്ത ആ ഡിസിഷൻസൊക്കെ അവരെടുക്കട്ടെ. അപ്പോൾ ആ ഡിസിഷൻ എടുത്തെടുത്ത് അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളാണ് അവർ 7, 8, 9, 10 ആകുമ്പോൾ ഇനി ഏത് വിഷയം എനിക്ക് എടുക്കണം, ഏത് സ്ട്രീമിലേക്ക് ഞാൻ പോകണം എന്നുള്ളതിനെക്കുറിച്ച് തിരഞ്ഞെടുക്കാൻ അവർക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകണം എന്നുള്ളത് അവർക്ക് പഠിക്കാം. കുറച്ചുകൂടി വലുതാകുമ്പോൾ
അവരുടെ ജീവിത പങ്കാളി തിരഞ്ഞെടുക്കേണ്ട കാര്യത്തിൽ ഇതുപോലെ ഓരോ കാര്യത്തിലും നല്ല ഡെസിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് ഇതുപോലെ നമ്മൾ ചെറുപ്പത്തിലേ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്കില്ല് അവർക്ക് വളർന്നു വരും. ഇതിനെക്കുറിച്ച് കുറേ പറഞ്ഞു പോകാനുണ്ട്. അപ്പം ഞാൻ ഒരു ടിപ്പ് മാത്രം പറഞ്ഞിട്ട് ഞാനിതിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.